ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവളെ കൊണ്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ. നോക്കണം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇവൾക്ക് അമ്മ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള റബ്ബറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് നടക്കുന്നുള്ളത്. അപ്പോൾ ബസ് വന്നാൽ ബസ്സിൽ പോകും, ഓട്ടോ കിട്ടിയാൽ ഓട്ടോയിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ബസ്സിലായിരിക്കും. നല്ല വെയിലായിരുന്നു, പക്ഷേ ഇവൾക്ക് തൊപ്പിയൊന്നും വെച്ചിട്ടില്ല, കാരണം അവളെ തല ഭയങ്കര ചൂടാണ്. പിന്നെ ബസ് വന്നു, ബസ്സിൽ കയറി. ഇവളാ മുമ്പിൽ ഒരു ചെക്കൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ മുടി വലിക്കാൻ നോക്കിയതായിരുന്നു. ഭാഗ്യത്തിന് വലിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവരിറങ്ങിപ്പോയി. ഇവള് ബാക്കിലെ കണ്ടക്ടർ അവിടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോടായിരുന്നു ചിരിക്കുന്നത്. അപ്പോൾ അയാളെന്താ ടിക്കറ്റൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവളിങ്ങനെ വലിക്കാൻ പോകുന്നുണ്ടായത്. എന്നിട്ട് ഇവളെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാണ്. പിന്നെ നമ്മൾ ടൗൺ എത്തി. നേരെ പോയത്, എനിക്ക് പാനിപ്പൂരി കഴിക്കണം എന്ന് തോന്നിയിട്ട് അവിടേക്കായിരുന്നു പോയത്. അപ്പോൾ പാനിപ്പൂരിയിലാണെങ്കിലോ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ വെറുതെ ചന്തയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ചന്ത പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പാമ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പാമ്പുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ എന്തിനാന്ന് വിചാരിച്ചു. ഇവൾക്ക് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ സെറ്റായി ഇങ്ങനെ ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു ചന്തയും ആൾക്കാരെയും ഒക്കെ. പിന്നെ ഈ ഒരു തോക്ക് പപ്പ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഷാലു വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ പപ്പയ്ക്ക് അത് വേണമെന്ന് തോന്നി. പപ്പയ്ക്കല്ല, വെറുതെ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാങ്ങാൻ പറഞ്ഞത്. പിന്നെ ചേച്ചീൻ്റെ ഹസ്ബൻഡും വാങ്ങി, നമ്മളും വാങ്ങി. പിന്നെ ഈ ഒരു ഐസ്ക്രീമും കഴിച്ചു, നല്ല അടിപൊളിയായിരുന്നു. ഇവൾക്ക് പാമ്പേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടെ നിന്നതായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ നിർത്തിയിട്ട്. അപ്പോൾ അമ്മ വരുന്നവരെ ഇങ്ങനെ അവിടെ നിന്നതായിരുന്നു. ഇവളുടെ കയ്യിൽ അതും കൊടുത്തതുകൊണ്ട് അവൾ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി പോകുന്നുള്ളതാണ് വീട്ടിലോട്ട്. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാരുടെ കുറവൊന്നുമില്ല, നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. എക്സ്പോൻ്റെ അടുത്താണേലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുറേ വണ്ടിയും ഇതൊക്കെ ആയിട്ട്. അപ്പം എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര പേടിയാണ്. ഇപ്രാവശ്യം അങ്ങോട്ട് പോയതേ ഇല്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇവളിതാ ഏട്ടൻ്റെ വണ്ടിയായിരുന്നു നോക്കുന്നുണ്ടായത്. അപ്പോൾ ഇവൾക്ക് അതിൻ്റെ സൗണ്ടും അത് തന്നെയായിരുന്നു കുറേ സമയം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.